ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. ഇതുമായി ബന്ധപ്പെട്ട ഇരട്ടത്താപ്പ് നയമാണ് CPM സ്വീകരിക്കുന്നതെന്നും ക്രമക്കേട് നടത്തിയതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് തിരുത്തിക്കൊണ്ടുള്ള ക്രമക്കേടാണ് നടത്തിയിരുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന KPSCക്കായിരുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല. എന്നാൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇക്കാര്യത്തിൽ പങ്കില്ലെന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മികച്ച നിലയിലാണ് കലോത്സവം പ്രോഗ്രാം കമ്മിറ്റി നടത്തി വന്നിരുന്നത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിക്ക് യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പുറത്തുനിന്നുണ്ടായ ഇടപെടലാണ് ഗ്രേഡ് തിരുത്തിയുള്ള ക്രമക്കേടിന് ഇടയാക്കിയതെന്നും ഇവർ സൂചിപ്പിച്ചു. ആ ക്രമക്കേട് നടത്തിയതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും അതുപോലെ തന്നെ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ ആ നല്ല മനസ്സിന് എതിരായിട്ടുള്ള വികാരം ആരുണ്ടാക്കിയാലും ശക്തമായ നടപടികൾ എടുക്കണം എന്നാണ് ഞങ്ങൾ അതിനാവശ്യപ്പെടുന്നത്. പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കോ കോൺഗ്രസ് അനുഭാവ അധ്യാപക സംഘടനയ്ക്കോ അത്തരം വിഷയങ്ങളിൽ യാതൊരു പങ്കുമില്ല. അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല ഞങ്ങളാരും. വർഷങ്ങളായി കലോത്സവ വേദികളിൽ ഇത്തരം കമ്മിറ്റികളും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് അതിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്ന നടപടികളാണ് ഈ അധ്യാപക സംഘടനയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ CPM നടത്തുന്ന സമരം ആഭാസമാണ്. ഇരട്ടത്താപ്പ് നയമാണ് CPM സ്വീകരിക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അഴിമതി നടത്തിയെന്നാണ് CPMന്റെ വാദം. ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ക്രമക്കേടിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ CPMനെ വെല്ലുവിളിക്കുന്നതായും DCC അംഗം നീലടി സുധാകരൻ പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ ഒന്ന് ഓർക്കണം. ആ സ്കൂളില് അതിന്റെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയ സ്വാഗത സംഘ ചെയർമാൻ എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബേബി ഗിരിജയാണ്. ഇതിന്റെ എല്ലാ കമ്മിറ്റികളുടെയും ഉത്തരവാദിത്തമുള്ളത് സ്വാഗത സംഘ ചെയർമാനാണ്. ഞാൻ അതിന്റെ ഒരു സബ് കമ്മിറ്റിന്റെ ചെയർമാനാണ്. അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അതിലേറെ ഉത്തരവാദിത്തം ആ സ്വാഗത സംഘത്തിന്റെ ചെയർമാനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ആ സ്കൂളിലെ PTA പ്രസിഡന്റ്, ഇതിന്റെ ഒക്കെ ആളിനാളായി നടക്കുന്നത് PTA പ്രസിഡന്റാണ്. PTA പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാവാണ്. അതിലുള്ള ഈ സ്കൂളിനോട് എടപ്പുര ഹൈസ്കൂൾ വിഭാഗത്തിലെയും +2 വിഭാഗത്തിലെയും സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന ആളുകളൊക്കെ CPMന്റെ ആളുകളാണ്. അതിന്റെ ഇടയിൽ ഒരു സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ ആരോപണം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവരെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള സമ്മർദ്ദബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ക്രമക്കേട് മൂടിവെക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവര് എന്റെ പേര് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്റെ പേരിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം തെളിയിക്കാൻ CPM ബാധ്യസ്ഥരാണ്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. കലോത്സവ വിധി നിർണയത്തിൽ യാതൊരുവിധ പരാതികളും ഉണ്ടായിട്ടില്ല. പിന്നീട് ചിലർ നടത്തിയ തിരുത്തലുകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നതും സംശയിക്കുന്നതായും നേതാക്കൾ സൂചിപ്പിച്ചു. ജഡ്ജ്മെന്റിൽ യാതൊരുവിധ തിരുത്തുമില്ല എന്ന് പട്ടാമ്പി AEOക്ക് അടക്കം ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം അത് മാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യമാണ്. ഈ ജഡ്ജ്മെന്റ് റിപ്പോർട്ട് ഇത്രയും കണിശമായതുകൊണ്ടും കൃത്യമായതുകൊണ്ടും മാത്രമാണ് ഈ ഒരു സംഭവം തെളിയിക്കപ്പെട്ടത്. അപ്പൊ ആ സംഘടനയുടെ അതിന്റെ ഹാർഡ് കോപ്പി എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് റിപ്പോർട്ട് വളരെ വ്യക്തമാണ്. അതിൽ യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ല എന്നുള്ളത് അപ്പോഴാണ് പൊതുസമൂഹം അറിയുന്നത്. പിന്നീട് ഇത് എന്ത് സംഭവിച്ചു? എല്ലാവരും ചോദ്യമാണ്, പിന്നീട് എന്താണ് ഇതിന്റെ സംഭവിച്ചത്? ഇങ്ങനത്തോളം ഒരു മാറ്റം ഈ റിസൾട്ടിൽ വരാനുള്ള കാര്യം നമ്മുടെ ജഡ്ജസ് ഇട്ട മാർക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് ഷീറ്റിൽ പകർപ്പാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട അപ്ലോഡ് ചെയ്തപ്പോഴുണ്ടായ രേഖയാണ്. ഇത് തന്നെയാണ് നമ്മൾ കൃത്യമായി പറയുന്നത്. KPSC എന്ന് പറയുന്ന അധ്യാപക സംഘടനയ്ക്ക് ഇതിലൊരു ബന്ധവുമില്ല. കാരണം നമ്മൾ ഏൽപ്പിച്ച ജഡ്ജസ് വളരെ കൃത്യമായി മാർക്കിടുകയും ആ രേഖകൾ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. AEO ആവശ്യപ്പെട്ട മുറയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് AEO ആണ് ഇതിന്റെ കസ്റ്റോഡിയൻ എന്നുള്ളത് നമുക്കറിയാം. മാനുവൽ പ്രകാരം
ഈ രേഖകളുടെ കസ്റ്റോഡിയൻ ചെയ്യുകയാണ്. അത് നമ്മളിപ്പോൾ ഇത് സംഘടിപ്പിച്ചത് തന്നെ വിവരാവകാശ പ്രവർത്തകർ പുറത്തു വിട്ടതിനനുസരിച്ച്. പിന്നെ ഈ എങ്ങനെ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പൊ നമുക്കറിയാം പുതിയ രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഓൺലൈൻ വഴിയാണ് പാസ്വേഡ് വെച്ച് ഈ പാസ്വേഡ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇത് തിരുത്തപ്പെടാനുള്ള സാധ്യതയാണ് KPSC ഇപ്പോഴും പറയുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവാത്തത് അന്വേഷണ പരിധിയിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തുക എന്നുള്ളത് അത്ര ഗുണകരമല്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ നമുക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി സംഘടന ചില ആരോപണങ്ങൾ ഉന്നയിച്ചതായിട്ട് കണ്ടു. നമുക്ക് അവരോട് പറയാനുള്ളത്, അവരുടെ സംസ്ഥാന സെക്രട്ടറി മാറ്റി തിരുത്തിയ ഒരു പരിചയം അവർക്കുണ്ടാവാം. ആ രീതിയിൽ അവർ മുന്നോട്ട് പോയത് കൊണ്ടാവാം അവർക്ക് ഇത്തരത്തിലുള്ള പരിചയമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ DCC അംഗം നീരടി സുധാകരൻ, മറ്റു നേതാക്കളായ VM മുസ്തഫ, PM രാജേഷ്, സുരേഷ് ബാബു തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ഇപ്പൊ നമുക്ക് അറിയാം, ഒരു കുട്ടി ഒരു പ്രോഗ്രാം നടത്തി, അതിൽ ആ കുട്ടിയുടെ റിസൾട്ട് ആ കുട്ടിക്ക് പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ല എങ്കിൽ ആദ്യം ആ കുട്ടിയോ കുട്ടിയുടെ രക്ഷിതാവോ അല്ലെങ്കിൽ ആ സ്കൂളോ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ഇവിടെ അപ്പീൽ എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു അവകാശം നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ റിസൾട്ട് ശരിയല്ല എന്നുള്ള, ഞാൻ പെർഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ട് അല്ല, അതിൽ താഴെയാണ് എന്റെ റിസൾട്ട് എങ്കിൽ ഞാൻ ആദ്യം എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം ഇതിനെതിരെ അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ആ അപ്പീൽ കൊടുക്കാൻ ഈ സ്കൂളും ഈ രക്ഷിതാവോ ഈ കുട്ടിയോ തയ്യാറായി.